إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളേറെ പ്രതീക്ഷിച്ച, കാത്തിരുന്ന ഒരു പുണ്യമാസം റമളാനിന് നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പുണ്യങ്ങൾ പൂക്കുന്ന ഈ മാസം ലഅല്ലക്കും തത്തഖൂൻ എന്ന ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഖുർആൻ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാകുമ്പോഴാണ് ഈ റമളാൻ നമുക്ക് വേണ്ടി നാളെ സാക്ഷി പറയുന്ന സന്ദർഭമുണ്ടാവുക. അള്ളാഹു അതിന് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് യഥാർത്ഥമായ വിജയം ലഭിക്കാനും ജീവിതത്തെ നന്നായി ദീനി മാർഗത്തിൽ പരിശീലിപ്പിച്ചും ഹറാമുകളൊക്കെ ത്യജിച്ചും പരിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർത്തും നമ്മൾ ജീവിതത്തെ ആകമാനം ശുദ്ധീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ റമളാനിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതവും അർത്ഥവത്തായി മാറുക. അതിനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്തിന്റെ ഒരു കറയും ബാക്കിയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോഴാണ് നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളുടെ കറ ഉണ്ടായിട്ടില്ല എന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു സന്ദർഭമായി ഈ റമളാനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്തും സന്താനങ്ങളുമൊക്കെ ഹലാലായ മാർഗത്തിലാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള പരിശ്രമങ്ങൾ ഈ റമളാനിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അവസാനം റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്ന റമളാൻ സ്വീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അള്ളാഹു നമ്മയൊക്കെ അതിന് പ്രാപ്തമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഈ മാസത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കൂടിയാണ് ഖുർആനിന്റെ അവതരണം എന്ന് പറയുന്നത്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഷഹ്റു റമളാൻ, ഈ പരിശുദ്ധ മാസത്തിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, നിങ്ങളിലേക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന്. എന്താണ് അതിന്റെ ലക്ഷ്യം? ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് ഹിദായത്ത് കൊടുക്കുക, സന്മാർഗത്തിന്റെ വഴിയിൽ അവരെ പ്രവേശിപ്പിക്കുക, ഖുർആൻ ഫോളോ ചെയ്യുന്നവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുക എന്നതാണ് ഒന്നാമതായി അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അതുപോലെ തന്നെ സത്യവും അസത്യവും ഒക്കെ വിവേചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഖുർആൻ അത് അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതുമാണ് പരിശുദ്ധ ഖുർആന്റെ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതിലല്ല നേരിടാവുന്നതുമായ സകല സാഹചര്യങ്ങളോടും പരിശുദ്ധ ഖുർആൻ സംവദിക്കുന്നു എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉദയം ചെയ്ത എത്രയോ മതങ്ങളുണ്ട്, എത്രയോ ആശയങ്ങളുണ്ട്, എത്രയോ ആളുകൾ അവരുടെ വ്യക്തിപ്രഭാവത്തിൽ അവർ മുന്നോട്ട് വെച്ച ദർശനങ്ങളുണ്ട്. പക്ഷെ എല്ലാം കാലാഹരണപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ ഉദയം ചെയ്ത എത്രയോ ഇസങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. തത്വചിന്തകന്മാർ മുന്നോട്ട് വെച്ച വലിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും തകർന്നു പോവുകയില്ല എന്ന് പറഞ്ഞ പല ഇസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കാലം പുരോഗമിക്കും തോറും അതിനൊക്കെ അപജയങ്ങൾ സംഭവിക്കുകയും അതൊന്നും ഏറ്റെടുക്കാൻ ആളില്ലാതാവുകയും അത് തുടങ്ങിയിടത്ത് തന്നെ അതിന്റെ വേരുകൾ പോലും ഇല്ലാത്ത രൂപത്തിൽ തകർന്ന് തരിപ്പണമായതൊക്കെ നമ്മൾ പലതവണ കേട്ടതും കണ്ടതുമൊക്കെയാണ്. പക്ഷെ ഖുർആൻ നോക്കൂ, ഖുർആൻ അതിന്റെ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞ ആശയങ്ങൾ അത് പ്രകാരം ജീവിതത്തിൽ പകർക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ എന്നും നമുക്കിടയിൽ ജീവിക്കുന്നു എന്നതാണ്. അത് ഉത്ഭവിച്ച സ്ഥലങ്ങളിൽ മാത്രമല്ല, അത് പരന്ന് വിശാലമായ ഇടങ്ങളിലേക്ക് അത് പ്രചരിക്കുകയും അത് ഉൾക്കൊള്ളാൻ ആയിരങ്ങൾ തയ്യാറാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ട് ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വന്ന എത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിന്റെ ഈ പരിശുദ്ധ ഖുർആനിന്റെ ഒരു അത്ഭുതമാണ്, ഒരു അമാനുഷിക ഗ്രന്ഥമെന്ന നിലക്ക് നമ്മൾക്ക് വലിയ തോതിൽ കുളിരുണ്ടാക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമും ഖുർആനുമൊക്കെ നമ്മളെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളുടെ ഈമാൻ കൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് കാര്യമാകണം എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്റെ പ്രബോധന കാലം നമ്മൾ എടുത്തു നോക്കൂ. അവർക്കിടയിൽ എന്തൊരു ശാസ്ത്രീയമായ തത്വങ്ങളൊന്നും പ്രചരിക്കാത്ത ഒരു കാലമാണത്. വിജ്ഞാനത്തിന്റെ വിനിമയങ്ങളോ വിസ്ഫോടനങ്ങളോ ഒന്നും സംഭവിക്കാത്ത ഒരു കാലമാണത്. അവിടെ അറബി ഭാഷയുടെ മാസ്മരികത മാത്രമേ ഉള്ളൂ. ഭാഷയുടെ കാര്യത്തിൽ, സാഹിത്യത്തിന്റെ കാര്യത്തിൽ അറബി ഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും അതിൽ അഭിരമിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരെങ്ങനെയാണ് ലോകത്തിന്റെ ഉന്നതിയിലെത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവരെങ്ങനെയാണ് ഖൈർ ഉമ്മത്തായി മാറിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിജ്ഞാനത്തിന്റെ സ്ഫോടനങ്ങൾ അവർ ലോകത്തിന് കൈമാറിയത് എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മനോഹരമായ കവിതകൾ കൊണ്ടും അതിനേക്കാൾ മികച്ച രചനകൾ പ്രതീക്ഷിച്ചുകൊണ്ടുമൊക്കെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു അറബികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഅബാലയത്തിന്റെ ചുവരിൽ അവരെഴുതിയ മനോഹരമായ കവിതകൾ അവർ തൂക്കിയിടും. അത് തൂക്കിയിട്ടാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഒന്ന് കവിത വായിച്ച് രസിക്കാനാണ്. മറ്റൊന്ന് ഇതിനേക്കാൾ മികച്ച കവിതകൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പക്കലുണ്ടോ എന്ന വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ കഅബാലയത്തിൽ അവർ ഒരു കവിത തൂക്കുമ്പോ ഉണ്ടായിരുന്നത്. ലബീദ് ബിൻ റബിയയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അറബ് സാമ്രാട്ടിന്റെ അല്ലെങ്കിൽ അറബ് സാമ്രാജ്യത്തിന്റെ കുലപതിയായി അറിയപ്പെട്ടിരുന്ന കവിതയുടെ ലോകമായിരുന്നു ലബീദിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വെല്ലാൻ അന്നാട്ടിൽ മറ്റൊരു കവിയില്ലാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മുഅല്ലഖാത്തുസ് സബ്, 7 ഏറ്റവും മഹത്തായ കവിതാ ശേഖരങ്ങളുടെ കവിതാ സമാഹാരങ്ങളിൽ ഒന്ന് ലബീദ് ബിൻ റബിയയുടെ കവിതയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരിക്കൽ ഒരു കവിത എഴുതുന്നുണ്ട്, എന്നിട്ട് കഅബാലയത്തിന്റെ ചുമരുകൾ അത് തൂക്കിവെക്കുന്നുണ്ട്. ലബീദിന്റെ കവിതയെ വെല്ലാൻ മറ്റൊരു കവിതയും ആരും അന്ന് തൂക്കിയില്ല എന്നതൊരു ചരിത്രമായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുന്ന കാലമാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സഹാബത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ചില ആയത്തുകൾ കഅബാലയത്തിന്റെ ചുവരുകളിൽ ലബീദിന്റെ കവിതയ്ക്ക് തൊട്ടപ്പുറത്ത് തൂക്കിയിട്ട് പോരുന്നുണ്ട്. ലബീദിനോട് പലരും പറഞ്ഞു, ഒരു കവിത ഇറങ്ങിയിട്ടുണ്ട്, മക്കയിലെ മുഹമ്മദിന്റെ അനുയായികൾ ഇതാ അവിടെ ചില വചനങ്ങൾ തൂക്കിയിട്ടുണ്ട്, അത് അത്ഭുതപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത്, മനസ്സിനെ ചിന്തിപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ലബീദിന്റെ കാതിലും ഈ സംസാരം എത്തുന്നുണ്ട്. ലബീദ് അവിടെ എത്തുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അത്ഭുതങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ലബീദ് തന്റെ കവിതയിലേക്കും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്കും മാറി മാറി നോക്കുന്നുണ്ട്, മാറി മാറി അത് വായിക്കുന്നുണ്ട്, അതങ്ങനെ ഉരുവിട്ട് സംസാരിക്കുന്നുണ്ട്. ലബീദിനെ അത് അത്ഭുതപ്പെടുത്തുന്നു. ആർക്കാണ് ഇങ്ങനെ ഒരു വചനം എഴുതി തയ്യാറാക്കാൻ കഴിയുക? ഇത് മുഹമ്മദ് നബിയുടെ വചനമാവാൻ കഴിയില്ല, മുഹമ്മദ് നബിയെ പിൻപറ്റിയവരുടെയും വാക്കുകളല്ല, ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നേരിടാൻ വന്ന ലബീദിന്റെ മനസ്സിനെ ഖുർആൻ പരിവർത്തിപ്പിക്കുന്നുണ്ട്. ഖുർആനിന്റെ മാസ്മരികതയിൽ ലബീദ് ആകൃഷ്ടനാകുന്നു, ആ മനസ്സ് നിർമ്മലമാകുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിലേക്ക് ഒരു നിർഭയനായ മനുഷ്യന്റെ വികാരത്തോടെ ഒരു വലിയ സന്തോഷത്തോടു കൂടി മനസ്സാകെ കിടിലം കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വെച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ മറ്റ് വചനങ്ങളെ കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആയത്തുകളെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ലബീദ് ബിൻ റബീഅ എന്ന പ്രമുഖനായ കവി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച് മഹാനായ ലബീദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിനെ സ്വീകരിക്കുന്നുണ്ട്. ഖുർആനിന്റെ ഭാഷ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി, അതിന്റെ സാഹിത്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി, അതിന്റെ ശൈലി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി, അതിന്റെ ഉള്ളടക്കം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അതിന്റെ വചനങ്ങൾ ഓരോന്ന് വായിച്ചപ്പോഴും ഓരോ അക്ഷരങ്ങളും അദ്ദേഹത്തിന് ആസ്വാദനം നൽകിയെന്ന് അദ്ദേഹം തന്നെ പിന്നീട് പറയുന്നുണ്ട്. ശേഷം ഒരൊറ്റ വരി കവിതയാണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ എഴുതിയത്. എന്താണ് കവിതയുടെ ആശയം? ഈ മഹത്തായ ഈ ആശയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, പടച്ചോനെ നീ എന്നെ മരിപ്പിച്ചില്ലല്ലോ എന്നതിന് സർവസ്തുതിയും ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് ലബീദ് ബിൻ റബീഅ പ്രഖ്യാപിക്കുന്നുണ്ട്. ഖുർആൻ അത് പറഞ്ഞല്ലോ. എത്രയോ ആളുകളിലൂടെ ഈ ഖുർആൻ കടന്നുപോയി, വർഷങ്ങൾ പിന്നിട്ടു, കാലങ്ങൾ പിന്നിട്ടു, എത്രയോ ആളുകൾ ഇതിനെ വിമർശിച്ചു, എത്രയോ ആളുകൾ ഇതിനെ പഠിക്കാൻ ശ്രമിച്ചു, ഗവേഷണം നടത്തി, ഇതിനൊരു മറുപടി എഴുതാൻ തയ്യാറായി കടന്നു വന്നവരുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിന്റെ ആ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ ഇന്നേ വരെ ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിക്കും സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ അലാ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. നിങ്ങൾ മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങൾ ഇതുപോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ നടത്താം, പരസ്പരം സഹായിക്കാം. നിങ്ങൾക്ക് സാധ്യമാണ് എങ്കിൽ ഇതുപോലൊരു ഖുർആൻ ആരെയും വിസ്മയിപ്പിക്കുന്ന, ആരെയും ആകർഷിപ്പിക്കുന്ന, പരലോകത്ത് വലിയൊരു ജീവിതം സമ്മാനിക്കുന്ന, ജീവിതത്തിന് അടുക്കും ചിട്ടയും നൽകുന്ന, ദൈവികമായ ബന്ധങ്ങളിലേക്ക് ആളുകളുടെ മനസ്സിനെ കുടുക്കിയിടുന്ന, സർവമാന നിരാശകൾക്കും പരിഹാരം നൽകുന്ന, സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ വലിയ സന്ദേശം പ്രചോദനം ചെയ്യുന്ന, പ്രദാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനെ പോലെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരൂ എന്ന ഖുർആനിന്റെ വെല്ലുവിളി ഇന്നും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ. 88-ാമത്തെ ആയത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി. അങ്ങനെ എത്രയെത്ര മനുഷ്യരെയാണ് ഇത് അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഖുർആനിന്റെ ഒരു സ്വാധീനം നമ്മൾക്കുണ്ടാകാത്തത് എന്ന ചോദ്യമാണ്. പലരെയും പിടിച്ചു കുലുക്കിയ ഖുർആൻ എന്തുകൊണ്ടാണ് നമ്മെ പരിവർത്തിപ്പിക്കാത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിൽ ഒരു ആയത്തുകൾ കേൾക്കുമ്പോ എനിക്കതെന്താണ് ജീവിതത്തിൽ പകർത്താൻ കഴിയാത്തത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആനിലെ പല ആശയങ്ങളും ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റിപ്പണിയാൻ, ഒന്ന് നന്നാകാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം ശാസ്ത്രം എത്രമാത്രം വളർന്നിട്ടുണ്ട്? ഒന്നും വളർന്നിട്ടില്ല. ഒരു പുതിയ കണ്ടുപിടുത്തവും അന്ന് നടന്നിട്ടില്ല. ഇരുൾ മൂടിയ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ചും വിജ്ഞാനത്തിന്റെ കാര്യമെടുത്തു നോക്കുമ്പോ അന്നുണ്ടായിരുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും സഹാബത്ത് സാക്ഷിയായിട്ടില്ല. നോക്കൂ, ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന, ഖുർആനുമായി തട്ടിച്ചു നോക്കാൻ പറ്റുന്ന എത്രയെത്ര ശാസ്ത്ര സത്യങ്ങളെ നമ്മൾക്ക് മുമ്പിൽ ഇങ്ങനെ ഓരോ ദിവസവും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഖുർആൻ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. അത് നമ്മളെ എത്രമാത്രം ആകർഷിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. അതിന്റെ ആയത്തുകൾ
ആയത്തുകളെ, അതിന്റെ ആശയങ്ങളെ, അതിന്റെ ഉൾക്കാമ്പിനെ നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കുന്ന രൂപത്തിൽ മാറ്റിപ്പണിയാൻ അതിന് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ, അതിലൂടെ കടന്നു പോകുമ്പോ അത് നമുക്ക് ആത്മീയമായ തലങ്ങളെ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. ഖുർആനിനോട് ആത്മബന്ധം പുലർത്തിയാൽ അത് നമ്മെയും അത്ഭുതപ്പെടുത്തുമെന്നതിൽ സംശയമില്ല. പക്ഷെ ഒരു ആത്മബന്ധം നമുക്കുണ്ടാകണം. ഖുർആനിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് റൂഹ് എന്നൊരു വാക്കുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ റൂഹ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. റൂഹ് പോയാൽ ഈ ശരീരം ആർക്കാണ് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മുടെ റൂഹാവുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ റൂഹായി ഖുർആൻ മാറാൻ കഴിയുക. ഖുർആൻ നമ്മുടെ റൂഹ് പോലെ നമ്മുടെ ജീവിതത്തിൽ തൊട്ടൊരുമ്മി നിൽക്കണം. ആയത്തുകൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട പാരായണങ്ങൾ ഉണ്ടാകണം. അതിന്റെ ആശയങ്ങൾ എന്താണ് എന്നറിയാനുള്ള ശ്രമമുണ്ടാകണം. ആശയങ്ങൾ മനസ്സിലാക്കിയാൽ അത് ജീവിതത്തിൽ പകർത്താനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഖുർആനോടൊപ്പം നമ്മൾ ജീവിച്ചാൽ അത് നമ്മെ അത്ഭുതപ്പെടുത്തും, അത് നമ്മെ കീഴ്പ്പെടുത്തുമെന്നതിൽ സംശയമില്ല. ഖുർആൻ പറയുന്നു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. ലോകത്തെ ഏറ്റവും നല്ല വർത്തമാനമുണ്ടോ? ലോകത്തെ ഏറ്റവും നല്ലൊരു സംസാരമുണ്ടോ? ലോകത്ത് പിൻപറ്റാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ദൃഷ്ടാന്തമുണ്ടോ? അത് പരിശുദ്ധ ഖുർആനാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, ഹദാ ബസായിറുൽ ലിന്നാസ് വഹുദം വറഹ്മത്തുൽ ലിഖൗമി യുഖിനൂൻ. ആർക്കെങ്കിലും വിശ്വാസം ദൃഢമാകണോ, ഹിദായത്തിന്റെ വഴികൾ അറിയണോ, നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കണോ, നിങ്ങൾക്ക് റഹ്മത്ത് അല്ലാഹു ചൊരിയണോ, ഇതാ ഈ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങൂ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. വെളിച്ചമാണ് അത് നൽകുന്നത്. മനസ്സിന്റെ അന്ധകാരങ്ങൾക്ക്, അന്ധവിശ്വാസങ്ങൾക്ക്, അവിശ്വാസത്തിന് അത് വെളിച്ചം പ്രദാനം ചെയ്യും. ഖുർആനിന്റെ ആയത്തുകളിലൂടെ പോകുമ്പോ നമ്മുടെ സ്വഭാവം അത് നന്നാക്കും, ജീവിതം നന്നാക്കും, ഇടപെടലുകൾ അത് നന്നാക്കും, ഇടപാടുകൾ അത് നന്നാക്കും. നന്നാകുന്നുണ്ടോ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇതിനെ ഈമാൻ കൊണ്ട മനുഷ്യരെ, ഖുർആൻ നിങ്ങൾക്ക് റഹ്മത്താണ്. കാരുണ്യമായി നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, സ്വകാര്യ ജീവിതത്തെ, പരസ്യമായ ജീവിതത്തെ ഒക്കെ കാരുണ്യത്തിൽ അധിഷ്ഠിതമാക്കി മാറ്റുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, അത് നിങ്ങൾക്ക് ശിഫ പ്രദാനം ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. അത് മനസ്സിന് സമാധാനം നൽകുന്നു, ശാന്തി നൽകുന്നു, ഒരു മനസ്സുഖം പ്രദാനം ചെയ്യുമെന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ നെഞ്ചകം ഇരുണ്ടു പോകുന്നുണ്ടോ, ഇടുങ്ങിപ്പോകുന്നുണ്ടോ, പലപ്പോഴും പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് കുടുസായി പോകുന്നുണ്ടോ? നിങ്ങൾ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നിങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്കുണ്ടാകും. അള്ളാഹുവിന്റെ നൂർ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കും. അള്ളാഹുവിന്റെ റൂഹ്, അതിന്റെ ജീവാത്മാവ്, അതിന്റെ അംശങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുമെന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കഴിഞ്ഞ റമദാനിൽ ഖുർആൻ അടച്ചു വെച്ചവരായിരിക്കും പലപ്പോഴും. പല ആളുകൾ തിരക്കുകൾ കൊണ്ടായിരിക്കും. പക്ഷെ ഖുർആൻ നമ്മുടെ റൂഹായി, അതൊരു നൂറായി, അതൊരു ശിഫയായി നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യണം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശരി അംസാലിഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്കൊരു പുണ്യം പ്രദാനം ചെയ്യുന്നു. ഒരു ഹർഫ് ഓതിയാൽ മതി. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫല്ല, 3 ഹർഫാണ്. അതൊരാൾ പാരായണം ചെയ്താൽ 10 ഇരട്ടി പുണ്യമുണ്ട്. അലിഫ് 10 ഇരട്ടി, ലാം 10 ഇരട്ടി, മീം 10 ഇരട്ടി, നിങ്ങൾക്ക് 30 ഇരട്ടി പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുന്നു എന്നാണ്. എത്രമാത്രം അമലുകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഖുർആൻ വലിയ ഓഫറുകൾ നമുക്ക് നൽകുന്നുണ്ട്. എപ്പോഴാണ് അത് നമ്മിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക? വെറുതെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന്റെ ഒരു പാരായണത്തിന്റെ മധുരം കൊണ്ട് നമുക്കൊരു ആത്മീയത കിട്ടിയേക്കാം. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് എപ്പോഴായിരിക്കും? ജീവിതത്തിൽ അതിൽ പറഞ്ഞ ആശയങ്ങൾ പഠിക്കുമ്പോഴാണ്. അതിന് നമ്മൾ അതിന്റെ ആശയം പഠിക്കണം, അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരു ആയുസ് തന്നിട്ട് എന്റെ റബ്ബ് എന്നോട് എന്താണ് പറഞ്ഞത് എന്ന് അതിന്റെ
ആദ്യം മുതൽ അവസാനം വരെ വായിക്കാതെ മരിച്ചു പോകുന്നവർ എത്ര നഷ്ടക്കാരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലൗ അന്നഹും ഫഅലു മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദു തസ്ബീതാ. ആരെങ്കിലും ഖുർആൻ അനുസരിച്ച് അതിന്റെ സതുപദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർക്കത് വമ്പിച്ച ഉത്തമമാണ്. വഅശദ്ദു തസ്ബീതാ, അവർക്ക് സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അത് പ്രചോദനം നൽകുമെന്നാണ്. അതിലൂടെ നമുക്ക് ഖുർആനിലേക്ക് അടുക്കാൻ കഴിയും. അല്ലാഹ് പറഞ്ഞല്ലോ, അല്ലാഹു വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യരെ നാം ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, നമ്മുടെ നഫ്സിനെ കുറിച്ച് നമ്മുടെ ചിന്തകൾ, ആലോചനകൾ, ആഗ്രഹങ്ങൾ, സങ്കടങ്ങൾ എല്ലാം നന്നായി അറിയുന്നത് ആരാണ്? ഞാനാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്തായി നിങ്ങളുടെ റബ്ബുണ്ട്, ഞാനുണ്ട്. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ മനസ്സിന്റെ വ്യതകളെ ഞാൻ അറിയുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഞാൻ അറിയുന്നു. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് ഖുർആൻ കൊണ്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നമ്മുടെ ജീവിതത്തെ തെളിച്ചമുള്ളതാക്കുമെന്നാണ്. അതിന് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ അധ്വാനം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ പലരും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് ഹും അഹ്ലുൽ ഖുർആൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ചില മനുഷ്യരുണ്ട്, അള്ളാഹുവിന്റെ അഹ്ലുകാരുണ്ട്, അള്ളാഹുവിന്റെ ആൾക്കാരുണ്ട്. ആരാണവർ? അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഖുർആനിന്റെ ഒരു ഉള്ളടക്കത്തെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ പരിശുദ്ധ ഖുർആനിന്റെ അവതരണ മാസവും കൂടി ആയതുകൊണ്ട് ഖുർആൻ പാരായണവും അതിന്റെ പഠനവും അത് പ്രാവർത്തികമാക്കുന്നതുമൊക്കെ നന്നായി ശ്രമിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ഒക്കെ കിട്ടി ഈ റമളാൻ യഥാർത്ഥ പുണ്യമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. 100% ലാഭം കിട്ടുന്ന, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? ഒരു നഷ്ടം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കണം അല്ലേ? ഒരു കച്ചവടം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു കച്ചവടത്തെ ഞാൻ പറഞ്ഞു തരട്ടെ എന്നാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പാരായണം ചെയ്യുക. യത്ലൂന, തിലാവത്ത് എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യുക, അത് ഫോളോ ചെയ്യുക എന്നൊക്കെയാണ്, അതിനെ പിൻപറ്റുക എന്നതൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ? വഅഖാമുസ്സലാഹ്, കൃത്യമായി നമസ്കാരം നിർവഹിക്കാൻ നിങ്ങൾ റെഡിയുണ്ടോ? വൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ഒക്കെയായി അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറുണ്ടോ? യർജൂന തിജാറത്തൻ ലൻ തബൂർ, അവർക്കിതാ അള്ളാഹു വാഗ്ദാനം നൽകുന്നത് എന്താണ്? ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടം, ലാഭം മാത്രമുള്ള ഒരു ബിസിനസ് നിങ്ങൾക്കിതാ അള്ളാഹു നൽകുന്നു എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് വമ്പിച്ച പ്രതിഫലവും അള്ളാഹിന്റെ ബർക്കത്തും ജീവിതത്തിൽ ഐശ്വര്യവും നമ്മുടെ കാര്യപ്രാപ്തിക്കൊക്കെ സഹായമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അള്ളാഹ് പറഞ്ഞത്. ഒന്ന് ഖുർആനൊപ്പം ജീവിക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് നമസ്കാരത്തിന്റെ കാര്യമാണ്, മറ്റൊന്ന് നമ്മൾ സദഖയും സക്കാത്തും ദാനധർമ്മങ്ങളും ധാരാളമായി കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അത് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്നവരെ പറ്റി റസൂൽ പറഞ്ഞത് മഅസ്സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ്. സാദാത്തുക്കളുടെ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുമെന്നാണ്. അപ്പൊ നല്ല നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഇതിന് ആശയം പഠിക്കാൻ പോകുന്നവർക്ക് അള്ളാഹു അവരുടെ കൂട്ടത്തിൽ ജീവിക്കാനുള്ള ഹൈർ നൽകുമെന്നാണ്. ഇനി ഒരാൾക്ക് അത് പഠിക്കാൻ പറ്റില്ല, അയാൾക്ക് വലിയ പ്രയാസമുണ്ട് അത് പഠിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ തപ്പിത്തടഞ്ഞൊക്കെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് വെച്ചാണ് അത് പാരായണം ചെയ്യണത്. അവർക്ക് ഫലഹു അജ്റാനി എന്നാണ്, 2 ഇരട്ടി പ്രതിഫലം ഉണ്ടെന്നാണ്. അപ്പൊ അവരത് കിട്ടാത്തതുകൊണ്ടോ ബുദ്ധിമുട്ടായതുകൊണ്ട് നിർത്തി പോകേണ്ടതില്ല. അവർക്ക് ഫലഹു അജ്റാനി, അവർക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സദസ്സിൽ, പള്ളിയിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ, വീട്ടിലാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ റസൂൽ പറഞ്ഞു, സക്കീന, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സക്കീനത്ത് അവരുടെ മേൽ പെയ്തിറങ്ങും. ഖശിയത്തുഹുമുർ റഹ്മ, കാരുണ്യം അവർക്ക് മേൽ, അവർ കാരുണ്യം കൊണ്ടിങ്ങനെ അള്ളാഹു അവരെങ്ങനെ പൊതിയുമെന്നാണ്. ഹഫത്തുഹുൽ മലായിക, മലായികത്തുകൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ചുറ്റുവട്ടത്ത് നിന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. ദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദ, അള്ളാഹുവിന്റെ മലായികത്തുകളോട് പറയുമെന്നാണ്, എന്റെ അടിമ നോക്കൂ, എന്റെ ആയത്തുകളെ, എന്റെ വർത്തമാനങ്ങളെ, എന്റെ കലാമിനെ സ്വീകരിച്ചിരിക്കുന്നു, അത് പാരായണം ചെയ്യുന്നു, പഠിക്കുന്നു എന്ന് നമ്മളെപ്പറ്റി അള്ളാഹ് നല്ലത് പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലിസ്റ്റിലൊക്കെ നമ്മളുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അത് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, റസൂൽ പറഞ്ഞല്ലോ, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് നോമ്പ് തോറ്റ പോലെ അതിന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. വലിയ പുണ്യമുള്ള കാര്യമാണ് നോമ്പ് തുറക്കുക, നോമ്പ് തുറപ്പിക്കുക എന്നതൊക്കെ. നമ്മുടെ പള്ളിയിൽ 30 ദിവസം പള്ളിയിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് നമ്മൾ റമളാനിന് മുമ്പ്, ഒരാഴ്ച മുമ്പാണ് അതിന്റെ ഒരു മെസ്സേജ്, ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ മണിക്കൂറുകൾ കൊണ്ട് അത് പൂർത്തിയാകുകയാണ്. ആ കോളം പൂർത്തിയായിപ്പോയി. 30 ദിവസം ഏറ്റെടുക്കാൻ ആളുണ്ടാകുകയാണ്. റമളാൻ തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് അതൊക്കെ നമ്മുടെ ആളുകൾ ഏറ്റെടുക്കുകയാണ്. ഒരു വലിയ സന്തോഷമാണ്. അതൊക്കെ നന്മകൾ കാണുമ്പോഴേക്ക്, അതറിയുമ്പോഴേക്ക് കാത്തിരിക്കാതെ അസ്സാബിഖൂനൽ അവ്വലൂൻ, അതിന്റെ ഫസ്റ്റ് ഞാനാകണം എന്ന താല്പര്യത്തോടു കൂടി അതിലേക്കൊക്കെ മുന്നിട്ടിറങ്ങുന്ന ആളുകളുണ്ടാവും. ജമാഅത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ, അതിന്റെ ഒന്നാമത്തെ സഫിലെത്താൻ എനിക്ക് കഴിയണം എന്ന് പറഞ്ഞ് മത്സരിച്ചു വരുന്നവർ. ഒരു ഖുർആൻ മജ്ലിസ് ഉണ്ട്, അതിലേക്ക് ഒന്നാമതായി എത്താൻ എനിക്ക് കഴിയണം. ഒരു നന്മയുണ്ട്, അതിന്റെ ഒന്നാമതെത്താൻ എനിക്ക് കഴിയണം എന്നതിലേക്ക് മത്സരിക്കുന്ന വലിയ മനുഷ്യരുണ്ട്. നമ്മൾ അതിലാണ് ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതിലെത്താൻ നമുക്ക് എന്താണ് തടസ്സമെന്ന് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റിയാൽ ഈ റമളാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലെത്താൻ നമുക്ക് എളുപ്പമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹൗലിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു ഒമ്പിച്ച പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പള്ളിയുടെ ഉള്ളിലെ കാർപ്പറ്റ് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു ഒരു സഹോദരൻ, അതും ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ഭവനത്തിനു വേണ്ടി ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾക്കും നമ്മൾ പള്ളിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ ഒരു പള്ളിയാണല്ലോ. നമ്മളൊരു ചെറിയൊരു ദാനധർമ്മ സ്വതക്ക ജാരിയെ കൊടുത്താൽ അതവിടെ ഉണ്ടാവും. പള്ളിയിൽ സുജൂദ് ചെയ്യുന്ന മനുഷ്യരുടെയൊക്കെ പ്രാർത്ഥന, അവരുടെയൊക്കെ പ്രതിഫലത്തിന്റെ ഒരു വിഭവം നമുക്ക് അള്ളാഹ് തരാന്നുള്ളതാണല്ലോ. അത്തരം നന്മകളിലൊക്കെ നമ്മൾ പരമാവധി സജീവമാവുക. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മഹല്ലിലെ പ്രിയപ്പെട്ടവർ, ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ മനോഹരമായ സ്വർഗ പൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, ധാരാളം ഉദ്ദേശങ്ങളോടുകൂടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അള്ളാഹുവെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും, ഞങ്ങളുടെ പരീക്ഷകളിലും, ഞങ്ങളുടെ ജോലികളിലും, ഞങ്ങളുടെ കച്ചവടത്തിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തെ നീ നന്നാക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ
ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വീടില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹരംഗത്ത് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ ആവലാദികളും വേവലാദികളുമായി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് നാഥ. അവരുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നീ സഫലമാക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم اغفر لنا يا غافر المذنبين. اللهم ارحم لنا يا أرحم الراحمين. اللهم ارزق لنا يا خير الرازقين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.